അപ്പോൾ അത് അനിയത്തിയുടെ വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ ഇന്നലെ നിന്നിട്ടുണ്ടായിരുന്നത്. നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ ആയിരുന്നു ഓളെ പെരേക്കൊക്കെ പോയിട്ട്. പിന്നെ നമ്മൾ ചാനൽ തുടങ്ങിയതിന് ശേഷം ഉമ്മയും അനിയത്തിയും മറ്റേ അനിയത്തിയൊക്കെ പാടെ ഒരു ദിവസം പോയിരുന്നു കേട്ടോ. അന്നോൾ ഇന്നെ വിളിച്ചതായിരുന്നു. പക്ഷെ അന്ന് ഞാൻ പെരേക്ക് വന്ന് പോയിൻ്റെ 2 ദിവസം കഴിഞ്ഞേക്കായതുകൊണ്ട് കാക്ക പോകണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ തന്നെ ഇപ്പോൾ വന്നു പോയുള്ളൂ. പെരേക്ക് ഇവിടേക്ക് വന്ന് പോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എൻ്റെ കൊടക്കാടിക്ക് അത് കാരണം ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഓല അന്നൊരു ദിവസം നിന്നിട്ട് പോയിരുന്നു. അപ്പോൾ അതാ ഈ ഒരു ഷാള് ഇന്നലെ കടയിൽ നിന്ന് എടുത്തതാട്ടോ. എൻ്റെ ചെറിയ അനിയത്തിക്ക് എടുത്തതാണ്. അപ്പോൾ ബൂരിയും പിന്നെ അതേപോലെ ഒരു ഗ്രീൻ പീസും കിഴങ്ങും ക്യാരറ്റൊക്കെ ഇട്ടിട്ടൊരു കറി ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ 3-4 ബൂരിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ. എനിക്ക് പിന്നെ അങ്ങനെ രാവിലെ ചോറ് ബിരിയാണിയൊക്കെ ചൂടാക്കിയിട്ട് കഴിക്കും. പക്ഷേ ഓള് പറഞ്ഞ് ഓല് അങ്ങനെ കഴിക്കൂല, കടി തന്നെ വേണമെന്ന് പറഞ്ഞു കേട്ടോ. എനിക്കങ്ങനെ കുക്ക് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏതായാലും ബാലൻസ് ചോറുണ്ടല്ലോ. ചായ കുടിച്ച് ഞങ്ങളിങ്ങനെ ഓരോ എങ്ങോട്ടേലൊക്കെ ഒന്ന് പോവുക എല്ലാവർക്കും ഒന്ന് വിചാരിച്ചിട്ടോ. പിന്നെ പോകാനൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പിന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇതൊരു കുഞ്ഞു ക്ലാസ്സാണ് കേട്ടോ. അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഒരു മണി കഴിക്കണം കേട്ടോ, 1:30 കഴിക്കണം. 1 മണി കഴിക്കണ്ട ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. പിന്നെ ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, നാട്ടിലൊരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അവിടെ കയറിയിട്ട് എൻ്റെ അനിയത്തിൻ്റെ മോൾക്ക് തുള്ളി മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഡോക്ടർ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഡോക്ടർ അപ്പത്തിന് പോയിരുന്നു കേട്ടോ. 1 മണി കഴിക്കണമല്ലോ, അപ്പത്തിന് ഡോക്ടർ വയ്ക്കണം കേട്ടോ. അപ്പോൾ അത് നല്ല വെയിലാണ് കേട്ടോ, വേനൽക്കാലം പോലെ. ഏകദേശം മഴക്കാലമൊക്കെ കഴിഞ്ഞു തുടങ്ങി തോന്നുന്നു. നല്ല വെയിലാണ്. അപ്പോൾ ഞങ്ങളത് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ആതുട്ടിക്ക് ഈ ഒരു സംഭവമൊക്കെ എനിക്കത് കണ്ണെടുത്താൽ കണ്ടുകൂടാട്ടോ. അത് അതിൻ്റെയൊക്കെ ടേസ്റ്റും എങ്ങനെ ഇവരൊക്കെ അത് കഴിക്കണമെന്ന് എനിക്കറിയുന്നില്ല. അങ്ങനെ കൊടക്കാടിക്ക് ബസ് കിട്ടി. കൊടക്കാട് വന്ന് ഇറങ്ങി ഞങ്ങൾ ഓട്ടോറിക്ഷ എടുത്ത് അങ്ങനെ പോരാട്ടോ. അപ്പോൾ എൻ്റെ ആങ്ങള പിന്നെ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഞങ്ങളൊരു ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വെറുജോറും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ അത് കൊടുന്നു എന്നല്ല ഓൻ പറഞ്ഞ് കൊടുന്നപ്പോഴാണ് പറയുന്നത് ആ ബിരിയാണി, ആ കടയിലത്തെ ബിരിയാണി ഭയങ്കര ടേസ്റ്റാണെന്ന്. പിന്നെ ഞങ്ങളൊക്കെ അതിന് കൈയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതമ്മ ഇവിടെ അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്ന് ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വന്നേക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കി. ഉമ്മാൻ്റെ കയ്പ്പൊക്കെ അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതമ്മ ഇവിടെ ലേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഈത്തപ്പഴ ലേഹമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാൻ കഴിച്ചു നോക്കി. എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. മാഷാ അല്ലാ. പിന്നെ ഇതൊക്കെയുള്ള ഉള്ളിയും ഈത്തപ്പഴമൊക്കെ ഞാനാണ് കേട്ടോ അമ്മക്ക് നന്നാക്കി ശരിയാക്കി കൊടുത്തിരുന്നത്. ഉള്ളി തൊലിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നത് ഞാൻ വന്നന്ന് രാത്രി. ഉള്ളി തൊലിച്ചു കൊടുത്ത് പിറ്റേ ദിവസം ഉമ്മാക്ക് ഞാൻ ഈത്തപ്പഴമൊക്കെ കുരുളഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ, ഞാൻ വീഡിയോ എടുത്തിരുന്നു കേട്ടോ. പിന്നെ ഇതുമ്മ നട്സിൻ്റെ പൗഡർ ഉണ്ടാക്കും കേട്ടോ. അത് കുട്ടിക്കമ്മ ഉണ്ടാക്കിയതാണ് നട്സിൻ്റെ പൗഡർ.